ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കല്ലേ. ശരിക്കും മടി പിടിച്ചിരിക്കുമായിരുന്നു. മടി എന്നല്ല, ശരിക്കും മടി പിടിച്ചിരിക്കുമായിരുന്നു. ഇത് റവ കേസരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഒരു 13 or 15 അങ്ങനെ എന്തോ ആണ്, ഞാൻ മറന്നുപോയി. എന്തായാലും അത്രയും കിലോ റവയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അജയ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വാട്ടം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വെറുതെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അമ്മ ഒന്ന് ചോദിച്ചു, നീ റവ കേസരിയുടെ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഉണ്ട് ഇടാം. എന്താ നീ വേഗം പോയിക്കോ, ഒരു പാത്രം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ വന്നപ്പോഴത്തേക്കും പാത്രം അടുപ്പത്ത് കയറ്റി, പാലും ഒഴിച്ച്, പഞ്ചസാര വരെ ഇട്ടിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയണേ, പിന്നെ ഈ പഞ്ചസാര വെറും പ്രഹസനം മാത്രം. ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ഇച്ചിരി പഞ്ചസാര ഞാൻ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, നീ പഞ്ചസാര ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയാണ് ആഡ് ചെയ്തത്. ചിലരതിങ്ങനെ വെള്ളത്തിൽ ചാലിച്ചിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ നേരിട്ടിടാണ് ചെയ്തത്. എന്നോട് നേരിട്ടിട്ടോളം പറഞ്ഞു, ഞാൻ നേരിട്ടിട്ടു. അങ്ങനെ അപ്പോഴാണ് ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടും. ഞാനിതൊന്ന് എസ്തെറ്റിക് ആവാൻ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇങ്ങനെ കത്തണ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഞാനൊന്ന് എടുത്തു വയ്ക്കുന്നതാണ്, പക്ഷെ നന്നായിട്ട് ചീറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അകത്തേക്ക് റവ ആഡ് ചെയ്യും. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഓണത്തിന് എല്ലാ കറികളും ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. നാട്ടിൽ പോവുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസും ഇടാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു കേട്ടോ, കറികളുടെയും പായസത്തിൻ്റെയൊക്കെ വീഡിയോസ് കഴിഞ്ഞ ഓണ സമയത്ത്. പിന്നെ കണ്ടിന്യൂസ് 10 ദിവസം പൂവിടുന്ന വീഡിയോസൊക്കെ ഇട്ടിരുന്നു. ഈ പ്രാവശ്യം അത് നടക്കുമെന്നറിയില്ല. എപ്പോഴാണ് നാട്ടിൽ പോകുന്നതെന്നും അറിയില്ല, പോകുന്നുണ്ടോയെന്നും അറിയില്ല. കസിൻ്റെ ഒരു കല്യാണമോ എൻഗേജ്മെൻറ്റൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പോവോ ഇല്ലയോ ഒന്നും അറിയില്ല കേട്ടോ. എന്താ ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസും ഇടാം, മടി പിടിച്ചിരുന്നില്ലെങ്കിൽ. ഇത് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് തന്നെ ഒരാഴ്ച കൂടുതലായി. ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ എടുത്തു വെച്ചത്. ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എത്തി. എന്നിട്ടും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാണ് നേരം കിട്ടുന്നത്. അമ്മേനെ ആശുപത്രി കൊണ്ടുപോയിട്ടിരുന്നപ്പോഴാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത് തന്നെ. എന്താ അറിയില്ല, ഭയങ്കര മടിയാണ്. എന്നാൽ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്കൊന്നിനും വയ്യേനും. ഫുൾ ടൈം ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് അത്രയും സന്തോഷം എനിക്ക്. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നെയ്യൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. ഞാനതൊന്നും പറഞ്ഞില്ല ഇടയ്ക്ക്. ഇനി ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. നന്നായിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. പിന്നെ പാത്രം എങ്ങനെയാണ്, പാത്രത്തിൽ നമ്മൾ പാലൊഴിക്കില്ലേ. അപ്പോൾ ചിലർ പറയാറുണ്ട് ഇങ്ങനെ, എന്താ പറയുക, പാല് ചീത്തയായി പോവും എന്നൊക്കെ പറയും. ചീത്തയായി പോലെ ഇങ്ങനെ പിരിഞ്ഞു പോവാറുണ്ടെന്നൊക്കെ. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാത്രം അടുപ്പത്ത് വയ്ക്കുക, ചൂടായി കഴിയുമ്പോൾ വെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കോരി കളയുക. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല, ചാൻസ് കുറവാണ് കേട്ടോ. അങ്ങനെ ചെയ്ത ചാൻസസ് കുറവാണ്. അതാണ് എനിക്ക് പറയാനുള്ളൊരു ടിപ്പ്. ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ് ആണ്, എനിക്കിതുവരെ പറ്റിയിട്ടില്ല. പിന്നെ വീട്ടിൽ അത് തന്നെയാണ് ചെയ്യുന്ന ടിപ്പ് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നെയ്യിൽ വറുത്തതിട്ടു. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ നെയ്യ് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതിൻ്റെ അകത്ത്. എന്താ മണം എന്നറിയോ? അത്രയും നേരം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നറിയില്ല, ചില കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും അതിനൊരു പൂർണ്ണത വരും അല്ലേ. അതുപോലെയായിരുന്നു എനിക്ക് നെയ്യ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ലായിരുന്നു ആ ചുറ്റും പുറം. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കഴിക്കുന്ന വീഡിയോ ഇല്ല കേട്ടോ, കാരണം ഈ ആക്രാന്തം പിടിച്ച് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ കഴിക്കുന്നത്. കേസരി അങ്ങനെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഞാനായിരിക്കും ഉണ്ടാക്കുക. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈ പ്രോപ്പർ വയലൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. എനിക്ക് തോന്നുന്ന സാധനങ്ങൾ ഞാനിടും, തോന്നുന്ന സാധനങ്ങളൊന്നും ഞാനിടില്ല. അങ്ങനെയാണ്. അപ്പോൾ ആക്രാന്തം പിടിച്ച് കഴിക്കുന്ന നേരത്ത് വീഡിയോ എടുക്കാൻ മറന്നു, അതാണ് കാര്യം. അപ്പോൾ അതില്ല. ബാക്കി ഞാൻ ഉണ്ടാക്കുന്നതും മറ്റേ പ്ലേറ്റ് ചെയ്യുന്ന വീഡിയോസും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എടുക്കാൻ പറ്റിയില്ല, അതാണ് പറ്റിയത്. ഞാൻ പിന്നെ വേറെ എന്തിൻ്റെയോ പുറകെ ആയിപ്പോയി. ചൂടാറാൻ നോക്കിയിരുന്നതാണ്. ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണല്ലോ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി നോക്കിയിരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ പിന്നെ മറന്നുപോയി. കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത്, അയ്യോടാ കഴിക്കുന്ന വീഡിയോ എടുക്കാമായിരുന്നല്ലേ, അതെടുത്തില്ലല്ലോ എന്ന്. നമ്മുടെ കേസരി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പുറത്ത് അടുപ്പിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി വെച്ചാട്ടോ. അടുപ്പിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി വെച്ച് നമ്മളിനി പകർത്താനുള്ള പാത്രത്തിൽ നെയ്യ് ഗ്രീസ് ചെയ്യണം കേട്ടോ.
അപ്പോൾ നെയ്യൊക്കെ എന്നാലേ നമുക്ക് പാത്രത്തിൽ നിന്ന് കറക്റ്റായിട്ട് വിട്ട് വരുള്ളൂ. എന്താ വെച്ചാൽ ഈ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, അതിനൊരു ക്ലംസിനെസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇനി അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ആഡ് ചെയ്യും കേട്ടോ. അതൊക്കെ ആഡ് ചെയ്തിട്ട് കഴിയുമ്പോൾ സെറ്റായിരിക്കും. പിന്നെ അത് നമ്മൾ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പീസായിട്ട് സെർവ് ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഇനി ഓണത്തിൻ്റെ എന്തെങ്കിലും വീഡിയോസ് ഇടുവാണെങ്കിൽ അതുമായിട്ട് വരാവേ. അല്ലെങ്കിൽ എനിക്ക് ആരി വർക്കിൻ്റെ വീഡിയോസ് ഇടണമെന്നുണ്ട്. പറ്റിയാച്ചാൽ ഞാൻ വരാം കേട്ടോ ഇതായിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.